CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി വെള്ളിയാഴ്ച ആയിരങ്ങൾ എത്തിച്ചേരുന്ന സ്വർഗവാതിൽ ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേലയോടനുബന്ധിച്ച് നെല്ലുവായ് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പെരുമ്പിലാവ് കരിക്കാട് കൊങ്ങണ്ണൂർ റോഡിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. 10,000 രൂപയോളം നഷ്ടപ്പെട്ടു. സംസ്ഥാന കലോത്സവത്തിൽ അഭിമാന നേട്ടം കൊയ്ത് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ 35 പോയിന്റുകൾ ജില്ലയ്ക്കായി സമ്പാദിച്ച് കിരീട നേട്ടത്തിലും സ്കൂൾ നിർണായക പങ്കുവഹിച്ചു. അഭിമാന നേട്ടം കൊയ്ത വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കി. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതിയുമായി കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രമുഖ സാഹിത്യകാരി പ്രൊഫസർ സാറ ജോസഫിന്റെ പുതിയ കഥാസമാഹാരം ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് പ്രകാശനം ചെയ്തു. കടങ്ങോട് സ്വാമി പടിക്കു സമീപം കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. കോതച്ചിറ സ്വദേശികളായ രാജീവ്, ഭാര്യ ശ്രീചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. നവീകരണം പൂർത്തിയായാൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് ലീഡർ കെ കരുണാകരന്റെ പേരു നൽകണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പുന്നീർകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. അണ്ടത്തോട് പെരിയമ്പലം പരേതനായ കുഞ്ഞിമുത്തപ്പൻ വീട്ടിൽ ശേഖരൻ മകൻ 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഗുരുവായൂരിൽ കടവരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന യുവാവിന്റെ പോക്കറ്റിൽ നിന്ന് പണം കവർന്നു. പേരാമംഗലം ആറ്റുവളപ്പിൽ പ്രസാദിന്റെ പണമാണ് കഴിഞ്ഞ ദിവസം കവർന്നത്. ചൂണ്ടൽ സെന്ററിൽ മരക്കൊമ്പ് പൊട്ടിവീണു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് ചൂണ്ടൽ കുന്നംകുളം റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള ഉങ്ങുമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണത്. അപകടം ഒഴിവായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 5 കിഴക്കുമുറിയിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. തീരദേശ ജനങ്ങളെ സുനാമിയെ നേരിടാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയംകോട് പഞ്ചായത്തിൽ സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ചെറുതേവർ എഴുന്നള്ളിപ്പ് നടന്നു. പ്രവാസി ദിവസ് ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം ബ്ലോക്ക് പ്രവാസി കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. എരനെല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശി കല്ലായിൽ വീട്ടിൽ പ്രശാന്ത്, ഭാര്യ അമിത എന്നിവരെ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം നഗരത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തി. തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അഭിമാന നേട്ടവുമായി തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗം ഉറുദു പദ്യം ചൊല്ലൽ മത്സരത്തിലും ഹിന്ദി കഥാരചന മത്സരത്തിലും വിദ്യാലയത്തിലെ കുട്ടികൾ A ഗ്രേഡ് നേടി. വടക്കേകാട് പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ കാട്ടുപന്നിക്കൂട്ടത്തെ കണ്ടത് നാട്ടുകാർക്കിടയിൽ ഭീതിയുണർത്തി. നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ നിന്നാരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക് ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ സെന്റ് മേരി മഗ്ദലിൻ കോൺവെന്റ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായി. ഇരിങ്ങപ്പുറം SMUP സ്കൂളിന്റെ 111ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വെള്ളിയാഴ്ച നടക്കും. മറ്റം അസംഷൻ കോൺവെന്റ് നഴ്സറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. മറ്റം സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.